നമസ്കാരം, ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ഡോക്ടർ ജയദേവൻ സാർ, സൂര്യകവി എന്നറിയപ്പെടുന്ന ജയദേവൻ സാർ 3000-ലധികം കവിതകൾ എഴുതി പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അദ്ദേഹം. തിരുവിതാംകൂർ കൊട്ടാരം അദ്ദേഹത്തിന് രാജമുദ്ര നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും കവിയത്രിയും മോഡലും അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമായ ബഹുമാനിയായ ശ്രീമതി ജസിന്ത മോറിസ് മാഡം, അഭിനേതാവും മീഡിയ സിറ്റി മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാന്യനായ ശ്രീ മനു സി കണ്ണൂർ സർ, നാടക സീരിയൽ നടനായ ബഹുമാന്യനായ ശ്രീ ഗോപകുമാർ സർ, കവിയും സാഹിത്യകാരനുമായ ശ്രീ നിഷ്കളൻ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരർക്കും എൻ്റെ പ്രണാമം. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടെ രൂപീകരിച്ച ദേശീയ സന്നദ്ധ സംഘടനയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണ ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് എന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ളത് ഒരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നത്. കൂടാതെ NSDCയുടെ കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നു. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, മൈക്രോ ക്രെഡിറ്റ് മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, സോളാർ മേഖല, അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളാണ് രാജ്യത്തിനകത്തും പുറത്തുമായി ഭാരത് സേവക് സമാജ് നടപ്പിലാക്കി വരുന്നത്. ദേശസ്നേഹികളായ മഹാനുഭവന്മാരായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ഗുൽസാരിലാൽ നന്ദ എന്നിവരുടെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 72 വർഷം പിന്നിടുകയാണ്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഓരോ മേഖലയിലും അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. കലാകാരികളും സാഹിത്യകാരന്മാരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ, വിദ്യാഭ്യാസ വിചക്ഷണർ, ആരോഗ്യ മേഖലയിലുള്ളവർ, നിയമജ്ഞർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം നേടിയവർ, കരകൗശലത്തിൽ പ്രാഗൽഭ്യം നേടിയവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ മേഖലയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ദേശീയ ഉപകാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപകാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗത സമയത്ത് ആദരപൂർവ്വം ക്ഷണിക്കുകയും ആദരപൂർവ്വം നിങ്ങളെ അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരുടെ കഴുത്തുകളിൽ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവர்களுം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവர்களுം ചേർന്ന് ആദരിച്ചാനയിക്കുകയാണ്. സമ്മേളനം തുടങ്ങുകയാണ്. ദേശീയ ഗാനം. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे
ഭാരത് സേവ് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാര സമർപ്പണ ചടങ്ങാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസത്തെ ചടങ്ങ് നമ്മുടെ സെൻട്രൽ ഭാരത് സേവ് സമാജിൻ്റെ പ്രോഗ്രാം ഓഫീസായ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, ഈ ഭാരത് സേവ് സമാജിൻ്റെ ദേശീയ പുരസ്കാരം ഇന്ന് ഭാരതത്തിലെമ്പാടും ഈ 12-ാം തീയതി, എല്ലാ മാസവും 12-ാം തീയതി ഭാരതത്തിലെമ്പാടും പല കേന്ദ്രങ്ങളിൽ വെച്ച് ധാരാളം പ്രവർത്തകരെ കണ്ടുപിടിച്ച് അവർക്ക് ഭാരത് സേവ ഉപഹാര സമർപ്പണം നടത്തി വരികയാണ്. ഭാരത് സേവ് സമാജിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും 1952 പ്ലാനിംഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം വന്ന ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവ് സമാജ്. അന്നു മുതൽ രാഷ്ട്രത്തിൻ്റെ വിവിധ നിർമ്മാണ പ്രക്രിയയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവ് സമാജ് ഭാരതത്തിലുടനീളം ചെയ്തു വരുന്നത്. ഭാരത് സേവ് സമാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിൻ്റെ ആദ്യ ചെയർമാൻ. അത് കഴിഞ്ഞ് ഗുൽസാരിലാൽ നന്ദയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളുടെ PS ബാലേന്ദ്രൻ സാറാണ് ഭാരത് സേവ് സമാജിൻ്റെ ദേശീയ ചെയർമാൻ. കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്ന ഭാരത് സേവ് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഭാരതത്തിനെമ്പാടും ഭാരത് സേവ് സമാജിൻ്റെ കീഴിൽ കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരത് സേവ് സമാജ് കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. തൊഴിൽ വിദ്യാഭ്യാസമായാലും, മൈക്രോ ഫിനാൻസ് ആയാലും, അഗ്രികൾച്ചർ മേഖലയായാലും, അതുപോലെ തന്നെ പാരമ്പര്യ ഊർജ്ജ മേഖലയായാലും, കമ്മ്യൂണിറ്റി ബാങ്കിങ് മേഖലയായാലും, അതേപോലെ ഏത് മേഖലയായാലും നമ്മൾ എവിടെയായാലും ഭാരത് സേവ് സമാജ് ഏത് പ്രോഗ്രാമും ഏറ്റെടുത്ത് ചെയ്യാൻ പ്രാപ്തരാക്കി ഒരു വിഭാഗം ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും തന്നെയാണ് നമുക്ക് ഏവർക്കും അറിയാം. ഭാരത് സേവ് സമാജിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള കഴിവും, അതുപോലെ തന്നെ ഈ ഒരു ടീമായിട്ട് ഭാരത് സേവ് സമാജിനെ കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും, അതുപോലെ അതിൻ്റെ സമർപ്പണവും എല്ലാം കൂടി കണക്കിലെടുത്താണ് കേരളത്തിൽ നിന്നൊരു ഒരു വ്യക്തി ചെയർമാനായി ദേശീയ തലത്തിലെത്തിയെന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭാരത് സേവ് സമാജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും രാജ്യത്തുടനീളം ഇടപെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഭാരത് സേവ് സമാജിൻ്റെ ചെയർമാൻ ആയതിനു ശേഷം ധാരാളം ഗവൺമെൻറ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതര പ്രോഗ്രാമുകളും അദ്ദേഹം ഏറ്റെടുത്ത് ഭാരതത്തിലുടനീളം നടത്തി വരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, തൊഴിൽ വിദ്യാഭ്യാസമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ധാരാളം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാണ് ഭാരത് സേവ് സമാജ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. എല്ലായിടത്തും ഗവൺമെൻറ് അംഗീകാരവും അതുപോലെ തന്നെ വേൾഡ് സ്കിൽ കൗൺസിൽ എന്ന സ്ഥാപനത്തിൻ്റെ അംഗീകാരവുമുള്ള കോഴ്സുകളാണ് ഭാരത് സേവ് സമാജ് നടത്തി വരുന്നത്. ഈ കോഴ്സുകൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിനെ ഇത്രയും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി ബാങ്കിങ് എന്ന് പറയുമ്പോൾ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട സ്ത്രീജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലാണ് അതിലൂടെ നടത്തി വരുന്നത്. അഗ്രികൾച്ചർ പ്രോഗ്രാമാണ് നമ്മുടെ കർഷകരെ എങ്ങനെ പ്രബുദ്ധരാക്കി നമ്മുടെ പാരമ്പര്യ കർഷക രീതിയിലൂടെ എങ്ങനെ നമ്മുടെ നാടിനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തനം നടത്തി വരുന്നത്. അതുപോലെയാണ് ഇപ്പോൾ പരിസ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിൽ പരിസ്ഥിതി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനായി ഒരു പരിസ്ഥിതി പ്രവർത്തനം തന്നെ കേന്ദ്രീകരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. അത് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുണ്ട്. നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഒരു സംഘടനയുണ്ട്, അന്താരാഷ്ട്ര സംഘടനയാണ്. അതിൻ്റെ ചെയർമാനും ഭാരത് സേവ് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ബാലേന്ദ്രൻ സാർ തന്നെയാണ്. അത് നമുക്ക് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് രാജ്യത്തുടനീളം നടന്നു വരുന്നത്. അങ്ങനെ കൈവെക്കുന്ന ഏത് മേഖലയിലും ഭാരത് സേവ് സമാജിൻ്റെ പ്രവർത്തകരെ അങ്ങേയറ്റം മുമ്പോട്ട് നയിക്കുക, അതുപോലെ രാഷ്ട്രത്തിന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ കൂടി കൈവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഭാരത് സേവ് സമാജ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരുന്നത്. ഭാരത് സേവ് സമാജിനെ പ്രവർത്തകരെ ഇങ്ങനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയാണത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഭാരത് സേവക് ഓണർ തന്നെ നമുക്ക് എടുത്താൽ, ഭാരത് സേവ് സമാജിൻ്റെ അദ്ദേഹം ചെയർമാൻ ആയതിനു ശേഷമുള്ള ഒരു ദേശീയ അജണ്ടയാണ് ഭാരത് സേവ് സമാജിൻ്റെ ഭാരത് സേവ് സമാജ് നാട്ടിലുള്ള വ്യക്തികളെ കണ്ടെത്തി. ധാരാളം വ്യക്തികളുണ്ട്. ഓരോ വ്യക്തിയും നമുക്ക് അവരവർക്കാകുന്ന കഴിവുകൾ വെച്ച് രാഷ്ട്രസേവനം നടത്തി വരികയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുകയും ആ വ്യക്തികളെ രാഷ്ട്രത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരത് സേവക് ഓണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുള്ളതിൽ ഇന്ന് 57ഓളം ആൾക്കാരാണ് ഇന്നത്തെ ഓണർ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും ബയോഡാറ്റ പരിശോധിച്ചാൽ നമുക്കറിയാം അവരെല്ലാം തന്നെ ധാരാളം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു ചെറിയ പ്രവർത്തകനല്ലേ എന്ന്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, അത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കുക എന്നതാണ് ഈ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്.
ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്ന ധാരാളം പേർക്കും ധാരാളം അവാർഡുകൾ കിട്ടിയതാണ് ഈ ബയോഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെല്ലാം ഉപരിയായി ഭാരത് സേവാ സമാജിൻ്റെ ദേശീയ ഉപഹാരമാണ് എല്ലാവർക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കപ്പെടുകയും നിങ്ങളുടെ നാടുകളിലും അതാത് മേഖലകളിലും നിങ്ങളെ ആളുകൾ കണ്ടെത്തുകയും എങ്ങനെയാണ് നിങ്ങൾ നാട്ടിന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും ഇനിയുള്ള തലമുറയ്ക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രേരണയെ നിങ്ങളുടെ ഈ ഭാരത് സേവക് ഉപഹാരം മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് ഭാരത് സേവക് ഉപഹാരം എല്ലാവർക്കും വിവിധ മേഖലകളിലുള്ളവരെ കണ്ടെത്തി എല്ലാവർക്കും എല്ലാ മാസവും 12-ാം തീയതി ഈ പുരസ്കാര സമർപ്പണം നടത്തുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള മേഖലകൾ പലതാണ്. ഇന്നത്തെ ഈ ബയോഡേറ്റ പരിശോധിച്ചാൽ ധാരാളം മേഖലയിൽ നിന്നുള്ളവരാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തോന്നാം എന്തുകൊണ്ടാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് മറ്റുള്ളവർക്കൊരു ചോദ്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഭാരത് സേവാ സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ മാതൃകയിലുള്ള ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള ഭാരത് സേവക് പുരസ്കാരത്തിൻ്റെ ഉടമകളെ എല്ലാം തന്നെ വളരെ വിശദമായി അതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഈ അവാർഡിന് അർഹമായത്, എന്താണ് അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് വളരെ കൃത്യമായ ആ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാമെന്നാണ് ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഇതിന് അർഹരായത്. അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവിടെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ദേശീയ ചെയർമാനായ ഏറ്റവും പ്രിയങ്കരനായ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഒരു ബയോഡേറ്റ ഞാൻ ഓരോരുത്തരുടേതായി വായിക്കും. അപ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിന്ന് ഓഡിയൻസിനെ ഒന്ന് ഫേസ് ചെയ്ത് നിന്നാൽ എല്ലാവർക്കും ആരാണ് എന്നുള്ളത് മനസ്സിലാകുകയും എന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒറ്റ നോട്ടത്തിലൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരോടുമായി വേറൊരു കാര്യം പറയാനുള്ള നിങ്ങളുടെ ബയോഡേറ്റകളെല്ലാം തന്നെ വളരെ വലുതായിരുന്നു. ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വായിക്കാൻ പോകുമ്പോൾ ഒത്തിരി സമയം എടുക്കും എന്നുള്ളതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലരും വിദ്യാഭ്യാസപരമായി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും തന്നെ നമ്മളിവിടെ പറയുന്നില്ല, അതെല്ലാം തന്നെ വെബ്സൈറ്റിൽ കാണും. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത്. പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരെയും ഇവിടെ എത്തിച്ചേരണമെന്ന് താല്പര്യപ്പെടുന്നു. ആദ്യമായി ശ്രീ ചാത്തനാത്ത് അച്യുതനുണ്ണി. അദ്ദേഹം മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ്. കവി, അധ്യാപകൻ, ബഹുഭാഷാ പണ്ഡിതൻ, നിരൂപകൻ, സംഘാടകൻ. കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം തലവനായിരുന്നു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒട്ടേറെ സംഭാവനകൾ നൽകിയ പണ്ഡിതനാണ് അദ്ദേഹം. എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപക സെക്രട്ടറിയായി ഇദ്ദേഹം ഇന്നും ആ സ്ഥാനത്ത് തുടരുന്നു. അലങ്കാരശാസ്ത്രം മലയാളത്തിൽ, രീതി ദർശനം, വക്രോക്തി ജീവിതം, കവി കണ്ഠാഭരണം തുടങ്ങി നിരവധി പുസ്തകങ്ങളുടെ കർത്താവാണ്. കവി, പ്രഭാഷകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ്. തിരുനടയിൽ, ലയം, ആദിപർവം, തിരഞ്ഞെടുത്ത കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും ദേവാനാം പ്രിയ എന്ന നോവൽ, ഹാസ്യനാടക വിവർത്തനമായ സ്വപ്നവാസോദത്തം തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തിരൂർ തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, UGC ലാംഗ്വേജ് പാനൽ മെമ്പർ, അത് 2 തവണ, PG ബോർഡ് ചെയർമാൻ, ചീഫ് എഡിറ്റർ മലയാള വിമർശനം റിസർച്ച് ജേർണൽ, ചീഫ് എഡിറ്റർ വള്ളത്തോൾ പത്രിക, വൈസ് ചെയർമാൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തിരൂർ, കാമധേനു സംസ്കൃത വിദ്യാപീഠം ഡയറക്ടർ ബോർഡ് മെമ്പർ തുടങ്ങി ധാരാളം സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വാചസ്പതി പുരസ്കാരം, ഗുരുവായൂർ നഗരസഭ പുരസ്കാരം, ഡോക്ടർ CP മേനോൻ സ്മാരക പുരസ്കാരം, പരിഷത്ത് തമ്പുരാൻ പുരസ്കാരം, മുകുന്ദരാജ സ്മൃതി പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഷാജു ശ്യാം, അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും TV ചാനലുകളിൽ കൂടെ. തിരുവനന്തപുരം പള്ളിപ്പുറം സ്വദേശിയാണ്. അഭിനേതാവ്, നിർമ്മാതാവ്. 25 വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ ധാരാളം മലയാളം, തമിഴ്, കന്നഡ ഭാഷാ സീരിയലുകളിൽ നായകനായി. BDSന് പഠിക്കുമ്പോൾ 5 വർഷവും ആ കോളേജിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. BDS കഴിഞ്ഞിട്ട് അക്യുപഞ്ചർ, ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും പാസ്സായിട്ടുണ്ട്. മലയാളത്തിലെ മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടി നിർമ്മിച്ച് ജ്വാലയി എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് ഡോക്ടർ ഷാജു അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. നിരവധി പരമ്പരകളിലായി ഡോക്ടർ ഷാജു അവതരിപ്പിച്ച വൈവിധ്യമാർന്ന ഓരോ കഥാപാത്രവും കുടുംബ മനസ്സുകൾക്ക് ഇഷ്ടമുള്ളവയാണ്. ഏഷ്യാനെറ്റിലെ സൂപ്പർ മെഗാ ഹിറ്റുകളായി ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത സസ്നേഹം, ചെമ്പനീർ പൂവ് എന്നീ സീരിയലുകളിലൂടെ നിർമ്മാണ രംഗത്തും ഇദ്ദേഹം ചുവടുറപ്പിച്ചു. ഭാസ്കർ ദ റാസ്കൽ, തൃശൂർ പൂരം, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, പോക്കിരി സൈമൺ, ഫുക്രി, ക്യാപ്റ്റൻ, അടൂരും തോപ്പിലും അല്ലാത്തൊരു ഭാസി, ലസാഗു ഉസാഗ തുടങ്ങി സിനിമകൾ അഭിനയിച്ചിട്ടുമുണ്ട്. ദൃശ്യ അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ്, നാഷണൽ ഫിലിം അക്കാദമി അവാർഡ്, കേരള വിഷൻ അവാർഡ്,
മൊണാർക്ക് മിനി സ്ക്രീൻ അവാർഡ്, സത്യജിത് റേ ഫിലിം സൊസൈറ്റി അവാർഡ്, റോട്ടറി ക്ലബ് അവാർഡ്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അവാർഡ്, ഐഡിയ അവാർഡ്, കലാകേരളം അവാർഡ്, സക്സസ് കേരള അവാർഡ്, ഭദ്ര മിനി സ്ക്രീൻ അവാർഡ്, പൂച്ചൽ ഖാദർ കൾച്ചറൽ ഫൗണ്ടേഷൻ അവാർഡ്, അങ്ങനെ ധാരാളം അവാർഡുകളാണ്. ഇനിയുമുണ്ട്, ധാരാളം അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ വന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര നിർമ്മിച്ചതിന് മീഡിയ സിറ്റി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അഭിനയ മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പി ഐ വി, മലപ്പുറം ഇടപ്പോൾ സ്വദേശി, അധ്യാപിക, സാഹിത്യകാരി, സാമൂഹ്യ പ്രവർത്തക. ശബ്ദവ്യാപാരങ്ങൾ, കവിയും കാവ്യവും സാഹിത്യവും, സാഹിത്യമീമാംസയുടെ വികാസ പരിണാമങ്ങൾ, കുന്തകൻ്റെ വക്രോക്തി സിദ്ധാന്തം, ആസ്വാദ്യമായ ദുഃഖം, അക്ഷരങ്ങളുടെ മാന്ത്രിക ചൈതന്യം, വേർഡ്സ്വർത്ത് നിരൂപണം, കവി സാന്നിധ്യം നിരൂപണം, ചിന്താരമ നിരൂപണം, ആശാൻ ഗ്രന്ഥസൂചി നിരൂപണം, കുറ്റിപ്പുറം കവിതകൾ തുടങ്ങി ധാരാളം ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. 1978 മുതൽ 84 വരെ വള്ളത്തോൾ കോളേജിൽ ലെക്ചറായി ജോലി ചെയ്തു. 1990 മുതൽ 2000 വരെ തേഞ്ഞിപ്പാലത്തുള്ള സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകയായും സംഘാടകയായും പ്രവർത്തിക്കുന്നുണ്ട്. വള്ളത്തോൾ വിദ്യാപീഠം ഭരണസമിതി അംഗമാണ്. വേങ്ങിനിക്കര ഗ്രാമകൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. വള്ളത്തോൾ കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. നിലവിൽ വള്ളത്തോൾ കലാകേന്ദ്രം കോളേജിലെ പ്രിൻസിപ്പലാണ്. ധാരാളം മേഖലകളിൽ പ്രഗത്ഭയായ വ്യക്തിത്വമാണ്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ ശിവഹരി 5 വയസ്സുകാരനാണ്. യൂട്യൂബ് നോക്കുന്നവർക്കെല്ലാം തന്നെ അറിയാം ശിവഹരിയെ പറ്റി. പന്തളം സ്വദേശിയാണ്. സോപാന സംഗീത മേഖലയിലാണ് മികവ് കാണിച്ചിട്ടുള്ളത്. താരാട്ട് കേൾക്കേണ്ട പ്രായത്തിൽ ശിവഹരി ഉറങ്ങിയത് സോപാന സംഗീതം കേട്ടാണ്. ഇഴയുന്ന പ്രായത്തിൽ ഈ സംഗീതം കേട്ടിട്ടിൽ കുട്ടി ഉറങ്ങില്ലെന്നായി. അധ്യാപികയായ അമ്മ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി ഉറക്കാനായി മുത്തശ്ശനും മുത്തശ്ശിയും പിതാവും കണ്ടുപിടിച്ച വഴിയായിരുന്നു സോപാന സംഗീതം. ബാല്യത്തിലെ ഇടയ്ക്ക പഠിച്ച ശിവഹരി 5-ാം വയസ്സിൽ സോപാന ഗായകനായി. പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. സോപാന സംഗീതത്തോടുള്ള താല്പര്യം മനസ്സിലാക്കിയത് മുതൽ പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ കാരായ്മ കൈസ്ഥാനിയായി ജോലി ചെയ്യുന്ന അച്ഛൻ്റെ കൂടെ പതിവായി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അവിടെ സോപാന സംഗീതം ആലപിക്കുന്ന വ്യക്തിയുടെ കൂടെയും ഒറ്റയ്ക്കും നടയിൽ പാടാറുണ്ട്. ദർശനത്തെത്തിയ ഭക്തൻ പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരികയും അതിനുശേഷം നിരവധി ദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകളിൽ കൂടി പ്രശസ്തി ആർജിക്കുകയും ചെയ്തു. തുടർന്ന് ഭാരം കുറഞ്ഞ ഇടയ്ക്ക്, കൊച്ചുകുട്ടിയായതിനാൽ തന്നെ ഭാരം കുറഞ്ഞ ഇടയ്ക്ക് നിർമ്മിച്ചു കൊടുത്തു. ശിവഹരിയുടെ താല്പര്യത്തെ മറിഞ്ഞോടുകൂടി ക്ഷേത്രത്തിലെ സോപാന ഗായകനായ ഹരിപ്പാട് അഖിൽ യശ്വന്ത് ഗുരുവായി വന്നു. സമീപ ക്ഷേത്രങ്ങളിലും സോപാന സംഗീതം ആലപിക്കുന്നുണ്ട്. ഗണപതി സ്തുതിയായ പൊരിമലർ എന്ന് തുടങ്ങുന്ന സോപാന സംഗീതമാണ് ഏറെ ഇഷ്ടം. കൂടാതെ ശിവസ്തുതികൾ, അയ്യപ്പസ്തുതികൾ, കൃഷ്ണസ്തുതികൾ എന്നിവയും പാടുന്നു. കേരളത്തിലെ പ്രശസ്തമായ 10ഓളം ക്ഷേത്രങ്ങളിൽ ഇതിനോടകം സോപാന സംഗീതം അവതരിപ്പിക്കുകയും നിരവധി ക്ഷേത്രങ്ങളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ആദരവ് ലഭിക്കുകയും ഉണ്ടായി. സോപാന സംഗീത മേഖലയിലെ മികവിന് തന്നെയാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുനിത ശശി, മലപ്പുറം കാഞ്ഞിരമുക്ക് സ്വദേശി, 35 വർഷമായി നൃത്തരംഗത്ത് സേവനം അനുഷ്ഠിക്കുന്നു. വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്ത വിഭാഗം മേധാവി കൂടിയാണ്. കേരള കലാമണ്ഡലം മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നു. 5 വർഷം മോഹിനിയാട്ടം വിഭാഗത്തിൽ അധ്യാപികയായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും ഉള്ള നൃത്ത അധ്യാപകർക്ക് ക്ലാസ് എടുത്തു വരുന്നു. കേരളത്തിലും പുറം രാജ്യങ്ങളിൽ നിരവധി സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ ടീച്ചറിൻ്റെ വിദ്യാർത്ഥികളാണ്. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും ദുബായിലും ക്ലാസ് എടുക്കുന്നുണ്ട്. 35 വർഷമായി കാഞ്ഞിരമുക്കിൽ ശ്രീ ഭാരത് കലാകേന്ദ്രം എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഈ കലാകേന്ദ്രത്തിന് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംഗീത അക്കാദമിയുടെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 1000-ൽ കൂടുതൽ കലാകാരികളെ കലാമേളകളിൽ പങ്കെടുപ്പിച്ച് സ്കൂൾ, കോളേജ്, സ്റ്റേറ്റ് തലത്തിൽ മത്സരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് ആദരവ് ലഭിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ഭരതനാട്യം അവതരിപ്പിച്ച ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. മീഡിയ സിറ്റി ചാനൽ മോനിഷ നാട്യ പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. നൃത്ത അധ്യാപിക എന്ന നിലയിലുള്ള മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ മനോജ് ഗംഗാധർ, തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി, തബല വിദ്വാൻ, തബല നിർമ്മാതാവ്, അധ്യാപകൻ. പ്രശസ്ത മൃദംഗ തബല നിർമ്മാതാവായിരുന്നു അച്ഛൻ. അച്ഛനിൽ നിന്ന് കിട്ടിയ പാരമ്പര്യ കല ഇന്നും തുടർന്നു പോകുന്നു. 18 വയസ്സ് മുതൽ തബല നിർമ്മാണ പഠനം ആരംഭിച്ചു. ഇതുവരെ 1500ഓളം തബല വിവിധ കലാകാരന്മാർക്ക് വേണ്ടി നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തിടെ ദ്വിമുഖി തബല പ്രശസ്ത മൃദംഗ തബല കലാകാരൻ ശ്രീഹരി കൃഷ്ണമൂർത്തിക്ക് തബല നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 25 വർഷമായി തബല വാദനം നടത്തിവരുന്നു. മൽഹാർ മ്യൂസിക് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഗീത വിദ്യാലയം നടത്തിവരുന്നു. പ്രശസ്തരായ നിരവധി തബല വാദകർക്കൊപ്പം വേദികൾ പങ്കിട്ടിട്ടുണ്ട്. തബല വാദനത്തോടൊപ്പം മുഖർ ശംഖും വായിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആഞ്ജനേയ മ്യൂസിക്സ്, ലയ മ്യൂസിക്സ്, ഭാരത് മ്യൂസിക്സ്, മാതാ അമൃതാനന്ദമയ ആശ്രമം എന്നിവർക്ക് വേണ്ടി തബല നിർമ്മാണവും നടത്തിവരുന്നു. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ വിവിധ തബല പഠന ക്ലാസുകളിൽ സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക്കൽസ്, മൽഹാർ മ്യൂസിക് ഫൗണ്ടേഷൻ, മൂകാംബിക കലാക്ഷേത്രം, സിംഫണി മ്യൂസിക് എന്നിവിടങ്ങളിലും തബല അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. തിരുവനന്തപുരം താൾ മന്ദിർ സ്കൂൾ ഓഫ് തബല സംഘടിപ്പിച്ച താൾ മഹോത്സവത്തിലും ഗുരുപൂർണിമ ആചരണത്തിലും തബല വായിക്കാൻ സാധിച്ചു. ഓൾ ഇന്ത്യ റേഡിയോ ബി ഗ്രേഡ് തബല ആർട്ടിസ്റ്റാണ്. കൂടാതെ MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ, അങ്ങനെ നിരവധി ആൾക്കാരുടെ കൂടെ തന്നെ ഗായകരുടെ കൂടെ തബല വായിച്ചിട്ടുണ്ട്. ധാരാളം സംഗീത സഭകൾക്ക് വേണ്ടിയും സംഘങ്ങൾക്ക് വേണ്ടിയും തബല വായിച്ചു വരുന്നു. തബല ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ റിജു നായർ, കൊല്ലം മധുര സ്വദേശി, സാഹിത്യകാരൻ. കുട്ടിക്കാലത്ത് ബാലരമയിൽ കഥ എഴുതിയാണ് സാഹിത്യരംഗത്ത് തുടക്കം കുറിച്ചത്. മലയാള മനോരമ, മംഗളം, സ്നേഹിത, കഥ, മഹിളാരത്നം തുടങ്ങിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ നിരവധി കഥകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൗഹൃദ മാസികയുടെ പത്രാധിപരായിരുന്നു. പാരലൽ കോളേജ് മേഖലയിലും അമച്വർ നാടകരംഗത്തും പ്രവർത്തിച്ചു. സംവിധായകൻ ഹരികുമാറിൻ്റെ സംവിധാന സഹായിയായി ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ചു. തുടർന്ന് സംവിധാന സഹായിയായി വംശം എന്ന സീരിയലിലൂടെ മിനിസ്ക്രീൻ രംഗത്തും പ്രവേശിച്ചു. ഇതാ ഒരു സ്നേഹഗാഥ, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ തുടങ്ങി നിരവധി സിനിമകളിലും ഭരത് ഗോപി, കാവാല നാരായണ പണിക്കർ ഉൾപ്പെടെയുള്ള സംവിധായകരോടൊപ്പം ടെലിവിഷൻ സീരിയലിലും സഹസംവിധായകനായി പ്രവർത്തിച്ചു. 2014 സ്നേഹമുള്ള ഒരാൾ കൂടെയുള്ളപ്പോൾ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. തുടർന്ന് തൂവൽ സ്പർശം, അവൾ അറിയാതെ, 3 മണി, രാത്രിമഴ, താമരത്തുമ്പി, കുടുംബവിളക്ക്, മൂടൽമഞ്ഞ്, കന്യാദാനം, മീനാക്ഷി കല്യാണം, അങ്ങനെ നിരവധി പരമ്പരകൾ സംവിധാനം ചെയ്തു. ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന സ്വന്തം നോവൽ ഫ്ലവേഴ്സ് ചാനൽ മൂടൽമഞ്ഞ് എന്ന പേരിൽ സീരിയലാക്കിയിട്ടുണ്ട്. കലാരംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ MV രത്നകുമാർ, കണ്ണൂർ തലശ്ശേരി സ്വദേശി, അധ്യാപക പരിശീലനായി പ്രവർത്തിച്ചു. കേരള സംസ്ഥാന പാഠപുസ്തക രചനയിൽ പങ്കാളിയായിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്ര അധ്യാപകനായി സർവീസിൽ നിന്നും വിരമിച്ചു. വീട് ഒരു സാമൂഹ്യ പാഠശാല എന്ന കാഴ്ചപ്പാടോടെ സ്വന്തം വീട്ടുമുറ്റത്ത് ഗ്രാൻഡ്മാ തിയേറ്റർ എന്ന പേരിൽ ഒരു സാമൂഹ്യ, മാനസിക, കായിക സഹായ കേന്ദ്രം സ്ഥാപിച്ച് കലാ സാംസ്കാരിക പാഠശാല എന്ന കാഴ്ചപ്പാടോടെ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം തന്നെ 97 വ്യത്യസ്തമായ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾക്ക് ഗ്രാൻഡ്മാ തിയേറ്റർ വേദിയായിട്ടുണ്ട്. പുസ്തക വായന, ചർച്ചകൾ, സംവാദങ്ങൾ, സാംസ്കാരിക സദസ്സുകൾ, നാടക ക്യാമ്പുകൾ, നാട്ടുകലകളെ പരിചയപ്പെടുത്തൽ, കലാകാരന്മാരുടെ സംഗമങ്ങൾ, സംഗീത സദസ്സുകൾ, മാനവീയ സദസ്സുകൾ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങൾ, ഷോർട്ട് ഫിലിം നിർമ്മാണം, ശാസ്ത്ര ക്ലാസുകൾ, കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് തുടങ്ങി ധാരാളം പരിപാടികൾ ഇവിടെ നടത്തി വരുന്നു. കലാ സാംസ്കാരിക രംഗത്തും മനഃശാസ്ത്ര മേഖലയിലും എഴുത്തിലും സജീവമാണ്. 5 മനഃശാസ്ത്ര വൈജ്ഞാനിക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രാൻഡ്മയിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്കായി സന്തോഷമുള്ള കുടുംബം, സന്തോഷമുള്ള സമൂഹം എന്ന വിഷയത്തിൽ ഏകദേശം 60ഓളം അയൽപ്പക്ക സദസ്സുകൾ ഇതിനകം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തി. പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ വിറ്റ് ലഭിക്കുന്ന പണവും പെൻഷനുമാണ് ഗ്രാൻഡ്മാ തിയേറ്ററിൻ്റെ വരുമാനം. വിവിധ കൗൺസിലിംഗ് തെറാപ്പി സെഷനുകൾ, മ്യൂസിക് തെറാപ്പി, ഡാൻസ് തെറാപ്പി, സർഗാത്മക ശരീരചലനം, യോഗ, ചിരയോഗ, വ്യത്യസ്ത തരം മെഡിറ്റേഷനുകൾ, മനഃശാസ്ത്ര ക്ലാസുകൾ എന്നിവ അടങ്ങിയ പരിശീലനമാണ് മിറക്കിൾ ലൈഫ് എന്ന രീതിയിൽ 21 ദിവസം നടത്തി വരുന്നത്. ഇതുകൂടാതെ ധാരാളം പ്രഭാഷണങ്ങൾ ഇദ്ദേഹം നടത്തുന്നു. സ്കൂളുകളിലും വായനശാലകളിലും പൊതു ഇടങ്ങളിലും നിരവധി ക്ലാസുകൾ എടുക്കുന്നുണ്ട്. സാമൂഹ്യ മേഖലയിലും അതുപോലെ തന്നെ കൗൺസിലിംഗ് മേഖലയിലും നടത്തിയ മികവുകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ സുമേഷ് കുമാർ, പത്തനംതിട്ട ചിറ്റാർ സ്വദേശി, മാധ്യമപ്രവർത്തകൻ, ഗായകൻ, കഥാകൃത്ത്, അധ്യാപകൻ. 8 വർഷമായി ജനയുഗം പത്രത്തിൻ്റെ പത്തനംതിട്ട ബ്യൂറോ ചീഫായി ജോലി നോക്കി വരുന്നു. ജനയുഗത്തിൽ തുടങ്ങിവെച്ച നാടറിയാൻ എന്ന പങ്ക്തിയിലൂടെ ജില്ലയിലെ പ്രശസ്തരായവരെയും അറിയപ്പെടാതെ പോയ സംഭവങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും കോർത്തിണക്കി തയ്യാറാക്കിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നു. കേരള കൗമുദിയിലും മംഗളം, മാധ്യമം എന്നീ പത്രങ്ങളിലും ജോലി നോക്കിയിട്ടുണ്ട്. മികച്ച റിപ്പോർട്ടിന് മംഗളത്തിൽ നിന്ന് ആദരവ് ലഭിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളെയും വനത്തെയും കുറിച്ചാണ് പ്രത്യേകമായ വാർത്തകൾ ചെയ്തിട്ടുള്ളത്. പാരലൽ കോളേജ് അധ്യാപകനായും ജോലി നോക്കിയിട്ടുണ്ട്. ചെറു ക്ലാസ്സിലെ കുട്ടികൾ മുതൽ MA മലയാളം വിദ്യാർത്ഥികൾ വരെ നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. മികച്ച ഗായകൻ കൂടിയാണ്. ഗാനമേളകളിലും ആൽബങ്ങളിലും പാടുന്നുണ്ട്. കൂടാതെ കേരളോത്സവം, സ്കൂൾ ഉപജില്ലാ കലോത്സവം, CBSE കലോത്സവം എന്നിവയിൽ വിധികർത്താവായും പോകുന്നുണ്ട്. മാധ്യമ മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഫ്രെഡി പൗലോസ്, എറണാകുളം ജില്ലയിലെ ആലുവ സ്വദേശി. കഥ, കവിത, ഓർമ്മക്കുറിപ്പ് എന്നിവ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മറാത്തി ഭാഷകളിൽ കൈകാര്യം ചെയ്യുന്നു. കാവ്യതളം പബ്ലിക്കേഷനിൽ എഡിറ്ററാണ്. കൂടാതെ മന്ദാരം പബ്ലിക്കേഷനിൽ സബ് എഡിറ്റർ എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ 3 സാഹിത്യ കൂട്ടായ്മയുടെ നേതൃസ്ഥാനം വഹിക്കുന്നു. 50-ലേറെ കവിതകൾ കൂടാതെ കഥയും ഓർമ്മക്കുറിപ്പുമായി 20-ലേറെ രചനകളും സ്വന്തമായുണ്ട്. 2022 കേരള സാഹിത്യ സംഗമവേദി മികച്ച കഥാകൃത്ത് എന്ന പുരസ്കാരം നൽകി ആദരിച്ചു. 2022-23 അക്ഷരമലരുകൾ എന്ന സാഹിത്യ കൂട്ടായ്മ മികച്ച എഴുത്തുകാരനായി തിരഞ്ഞെടുത്ത് ആദരിച്ചു. 2023 സാക്ഷി എന്ന സാഹിത്യ കൂട്ടായ്മ ജനപ്രിയ എഴുത്തുകാരനായി തിരഞ്ഞെടുത്ത് ആദരിച്ചു. 2022-ലും 2023-ലും കാവ്യാശ്രങ്ങൾ എന്ന സംഘടന സ്നേഹാദരങ്ങൾ നൽകി ആദരിച്ചു. നാടക അഭിനയ രംഗത്തും മികവ് കാണിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ടോമി തന്നിട്ടമാക്കൽ, എറണാകുളം വാഴക്കുളം സ്വദേശി. കഴിഞ്ഞ 19 വർഷക്കാലമായി മഞ്ഞള്ളൂർ പഞ്ചായത്ത് ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു വരുന്നു. 2 തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും 2 തവണ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു. കൂടാതെ വാഴക്കുളം 751 നമ്പർ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ 3 ടേം ഡയറക്ടർ ബോർഡ് അംഗമായും കഴിഞ്ഞ 5 വർഷക്കാലം മഞ്ഞള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. പഞ്ചായത്ത് തലത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കുടിവെള്ള പദ്ധതികൾ രൂപീകരിച്ചു. മഞ്ഞള്ളൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചാരയോഗ്യം അല്ലാത്ത പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിച്ചു കൊടുക്കുവാനും വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിനും കൂടാതെ പഞ്ചായത്തിൽ കിടപ്പാടമില്ലാത്ത 40ഓളം കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകുവാനും വീട് നിർമ്മിക്കുന്നതിനും സാധിച്ചു. ഉമ്മൻചാണ്ടി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ഓണക്കാലത്ത് 1650ഓളം കുടുംബങ്ങൾക്ക് അരിയും പച്ചക്കറിയും പായസക്കിറ്റ് നൽകി. കൂടാതെ ഭവനരഹിതരായവർക്ക് ഭവനം നൽകാൻ സാധിച്ചു. നിരവധി ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്നതിനും സാധിച്ചു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി അവാർഡ്, ഡോക്ടർ അംബേദ്കർ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസ് അവാർഡ്, ഓൾ കേരള പൈനാപ്പിൾ ശ്രീ അവാർഡ്, 2017-18 പഞ്ചായത്ത് മികവ് പുരസ്കാരം, 2020 4 ടേം തുടർച്ചയായി ജനപ്രതിനിധിയായതിൻ്റെ പൈനാപ്പിൾ ഗ്രോവേഴ്സ് അവാർഡ്, ഏറ്റവും നല്ല കർഷകനുള്ള സേവന അവാർഡ്, 2007 മുതൽ 2023 വരെ 16 വർഷക്കാലം കോൺഗ്രസ് സംഘടനയെ നയിച്ചതിനുള്ള മികവ് അവാർഡ്, 20 വർഷക്കാലം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സർവീസ് അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പരമേശ്വരൻ കല്ലറ, തിരുവനന്തപുരം കല്ലറ സ്വദേശി, കവി, കഥാകൃത്ത്, സാമൂഹ്യ പ്രവർത്തകൻ. നീലജലാശയത്തിൽ, അടയാളം, പുതുവസന്തം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠം എന്ന പേരിൽ കവിതകൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 9 ലോക റെക്കോർഡുകൾ നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരമായ മഞ്ചരി ബുക്സ് അവാർഡ്, കഥകളും കവിതകളും അടങ്ങിയ പൂക്കളം എന്ന കൃതിക്ക് ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ് എന്നിവ ലഭിച്ചു. കാവ്യദർശന പുരസ്കാരം, അഖില കേരള സാഹിത്യ പുരസ്കാരം, വേൾഡ് സ്റ്റാർ ലിറ്ററേച്ചർ അവാർഡ്, പെൻ സ്റ്റാർ അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും ഇദ്ദേഹം സജീവമാണ്. നിലവിൽ വൈക്കം ശ്രീ മാണിക്യവിലാസം ജൂബിലി സ്മാരക ഗ്രന്ഥശാലയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ ചെമ്പോളി ശ്രീനിവാസൻ. ശ്രീ ചെമ്പോളി ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മകനാണ് എത്തിയിട്ടുള്ളത്, അച്ഛന് സുഖമില്ലാത്തതിനാൽ. കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശിയാണ് അദ്ദേഹം. സാമൂഹ്യ പ്രവർത്തകൻ, സാഹിത്യകാരൻ. 45 വർഷങ്ങളായി ആനുകാലികങ്ങളിൽ കഥ, കവിത, നോവൽ, ലേഖനം തുടങ്ങിയവ എഴുതി വരുന്നു. അവർക്ക് ദാഹിക്കുന്നു നോവൽ, അകലെ സന്ധ്യ, ആണവശേഷം, ചെറുകഥാ സമാഹാരങ്ങൾ, മന്ത്രജപവും പ്രാർത്ഥനയും, ആധുനിക ജീവിതത്തിൽ എന്ന പഠനം എന്നിവ എഴുതിയിട്ടുണ്ട്. ചിലവ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. ആരോഗ്യപഠനമായ സാംക്രമിക രോഗങ്ങൾക്ക് വിട, ആത്മീയ പഠനമായ സാമൂതിരി രാജാവിൻ്റെ ഭക്തി സാമ്രാജ്യം, രാമനാമ മഹിമ, മാലിന്യമുക്ത കേരളം, ആരോഗ്യ പഠനം, നാടകത്രയം എന്ന നാടകം തുടങ്ങിയ രചനകളും നിർവഹിച്ചിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ സാഹിത്യശ്രീ അവാർഡ്, സാഹിത്യ കൈരളി പുരസ്കാരം, നവോത്ഥാന കലാസാഹിത്യ സംസ്കൃതി മാഗസിൻ പുരസ്കാരം, എക്സലൻസി അവാർഡ്, 2018 എഴുത്തുകാരനുള്ള പുരസ്കാരം, ധാർമ്മിക ദിനപത്രം മാസിക അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മെമ്പറാണ്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അലോഷ്യസ് പെരേര, തിരുവനന്തപുരം സ്വദേശി, പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, സാമൂഹ്യ പ്രവർത്തകൻ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒമാൻ എയർ ഡ്യൂട്ടി ഓഫീസറായിരുന്നു. വിദേശത്തും എയർപോർട്ട് മേഖലയിലായിരുന്നു ജോലി. തുടർന്ന് നാട്ടിൽ വന്ന് ഗാനാലാപന രംഗത്തേക്ക് കടന്നു. 3 സിനിമയിൽ പിന്നണി പാടി. നിരവധി മ്യൂസിക് ഷോകൾ ചെയ്തു വരുന്നു. ഗൾഫിൽ 100ഓളം സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി 70ഓളം സ്റ്റേജുകളിലും അമ്പലങ്ങളിലും ഗാനമേള നടത്തിയിട്ടുണ്ട്. ബെസ്റ്റ് സിംഗറിനുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്, ഋഷിമംഗലം കൃഷ്ണൻ നായർ ഫൗണ്ടേഷൻ അവാർഡ്, ഗുരുപ്രിയ ടെലിവിഷൻ അവാർഡ്, ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള നാഷണൽ ഫിലിം അക്കാദമി അവാർഡ്, 2024 ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള മീഡിയ സിറ്റി ഫിലിം ഫെയർ അവാർഡ്, ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടറുള്ള മീഡിയ സിറ്റി അവാർഡ്, ഓണം മ്യൂസിക്കൽ ആൽബത്തിനുള്ള മീഡിയ സിറ്റി അവാർഡ്, ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടറും ഗായകനുമുള്ള AT ഉമ്മർ അവാർഡ്, ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡ്. ഇങ്ങനെ ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 3 സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഇതുകൂടാതെ പാടാം നമുക്ക് പാടാം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചാരിറ്റി സംബന്ധമായ മ്യൂസിക് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു വരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. പാവപ്പെട്ടവർക്കും അശ്രദ്ധർക്കും വേണ്ടി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന കാച്ചാനി കൂട്ടം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സജീവ അംഗമായും പ്രവർത്തിച്ചു വരുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ സനൽ കൃഷ്ണൻ, കണ്ണൂർ സ്വദേശി, ഹിന്ദി കവി, അഭിനേതാവ്, ചെറുകഥാകൃത്ത്, ഡോക്ടർ. ക്രാന്തി, അപ്നി പഹ്ചാൻ, നദി സാഗർ മേ മിൽത്തി, അൽഫാസ് ഇവ 4 ഹിന്ദി സമാഹാരങ്ങളാണ്. വളഞ്ഞ വരകൾ എന്ന ചെറുകഥാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വരം എന്ന മലയാള സിനിമയിൽ നായക വേഷത്തിൽ അഭിനയിച്ചു. ഭാഷാ സമന്വയതി കോഴിക്കോട് നിന്ന് ഹിന്ദി സേവി സമ്മാൻ ലഭിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാർട്ടൂൺ, ചിത്രരചന എന്നിവയും മൗനം എന്ന സംഗീത ആൽബത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. അമ്മ, സെക്കൻഡ് തോട്ട് എന്ന മലയാളം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും രചനയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തു. നിലവിൽ കോട്ടയം നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ശിശുരോഗ വിദഗ്ധനാണ്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഉള്ളന്നൂർ ഗിരീഷ്, പത്തനംതിട്ട കൈപ്പുഴ സ്വദേശി, ഗായകൻ, സംഗീത സംവിധായകൻ. ചെറുതും വലുതുമായി നിരവധി കവികളുടെ 214 കവിതകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ തന്നെ സ്വന്തമായി പാടിയിട്ടുമുണ്ട്. 3 ഗസലുകൾക്കും 7 ലളിത ഗാനങ്ങൾക്കും സംഗീതം ചെയ്തു. നിരവധി ക്ഷേത്രങ്ങളിൽ ഗാനമേളയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ച് ഭക്തിഗാനങ്ങൾ എഴുതി സംഗീതം ചെയ്ത് പാടുന്നുണ്ട്. 1998 മുതൽ പ്രൊഫഷണലും ചെറുതുമായ ഗാനമേള ഗ്രൂപ്പുകളിൽ പാടിത്തുടങ്ങി. ഇപ്പോഴും അത് തുടർന്നു വരുന്നു. ഇതുപോലെ ഭാഗവത പാരായണത്തിനും പോകുന്നു. നിരവധി കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 2 സ്കൂളുകളിലെ സംഗീത അധ്യാപകൻ കൂടിയാണ്. 2020 കേരള മലയാള സാഹിത്യ ഗ്രൂപ്പിൻ്റെ പ്രഥമ പ്രതിഭാ പുരസ്കാരം, 2021 കാവ്യ സാഹിത്യയുടെ പ്രതിഭാ പുരസ്കാരം, 2024 കവി A. അയ്യപ്പൻ സ്മാരക പുരസ്കാരം, തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സംഗീത അധ്യാപകൻ എന്ന നിലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ CP ഓസ്റ്റിൻ രാജ്, തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, പ്രഭാഷകൻ, കോർഡിനേറ്റർ. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ സമഗ്ര വളർച്ചയ്ക്കുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകി 8 വർഷം പാറശാല ബെതൽ ബോയ്സ് ഹോം വാർഡനായി അനാഥ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചു.
6 വർഷം ആറ്റിങ്ങൽ കേന്ദ്രമായി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയായി ബോർഡ് ഫോർ ഇക്കോളജിക്കൽ കൺസേൺസ് ഓഫ് മിനിസ്ട്രിയിൽ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ പല ജയിലുകൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ മിഷൻ സൊസൈറ്റി, നെയ്യാറ്റിൻകര മാസ് സ്ക്വയർ, കൗൺസിൽ ഫോർ ക്രിസ്ത്യൻ മൈനോറിറ്റി ഹ്യൂമൻ റൈറ്റ്സ്, കൊട്ടാരക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി, കെയർ മിനിസ്ട്രി ഇന്ത്യ എന്നിവിടങ്ങളിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. TV ചാനലിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കൗൺസിൽ ഫോർ ക്രിസ്ത്യൻ മൈനോറിറ്റി ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. കൊട്ടാരക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ റീജിയണൽ കോർഡിനേറ്ററാണ് ഇദ്ദേഹം. തിരുവനന്തപുരം YMCAയിൽ ആയുഷ്കാല അംഗമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. കഴിഞ്ഞ 12 വർഷമായി കെയർ മിനിസ്ട്രി ഇന്ത്യയിൽ പ്രൊമോഷണൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്നു. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പ് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി VT ശോഭന, കോട്ടയം കായിപ്പള്ളി സ്വദേശി, കവയത്രി, കഥാകൃത്ത്, നോവലിസ്റ്റ്. വൈഗ വാസുദേവ് എന്ന പേരിൽ 100-ൽ കൂടുതൽ കവിതകളും 80ഓളം കഥകളും 15 നോവലുകളും 60ഓളം ഉദ്ധരണികളും എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളിൽ കഥയും കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതിയതായി എഴുതി തുടങ്ങിയ വയലിൻ, പ്രിയമോടെ, നൂപുരം എന്നീ നോവലുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മുൻനിര മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പെൻഡ്രൈവ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകത്തിലും രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ ഫെലോഷിപ്പ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് USA, ഓസ്കാർ വേൾഡ് റെക്കോർഡ്സ്, പെൻട്രോപ്പ് ഏഷ്യ വേൾഡ് റെക്കോർഡ്സ്, ബ്രില്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ വേൾഡ് റെക്കോർഡ്സ് എന്നിവയുടെ ആദരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കരകുളം ലക്ഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്നു. 3 സാഹിത്യ ഗ്രൂപ്പുകളുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നു. തനിമ കലാസാഹിത്യവേദി ഈരാറ്റുപേട്ട ചാപ്റ്ററിൻ്റെ ഭാഗമായും, പത്തനംതിട്ട കേരള കലാസാഹിത്യവേദിയുടെ ഭാഗമായും, പത്തനംതിട്ട കേരള വനിതാ കലാസാഹിത്യവേദിയുടെ ഭാഗമായും, മാഞ്ഞൂർ തപസ്യ കലാസാഹിത്യവേദിയുടെ ഭാഗമായും പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ K. ബാലസുബ്രഹ്മണ്യൻ, തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി, കഥകളി ആചാര്യൻ. കഥകളിയിൽ പച്ച കത്തി വേഷങ്ങളിൽ നളൻ, ബാഹുകൻ, രുക്മാംഗദൻ, കജൻ, ഭീമൻ, അർജുനൻ, ധർമ്മപുത്രർ, രാവണൻ, കീചകൻ തുടങ്ങിയവയും ബ്രാഹ്മണൻ, പരശുരാമൻ, സുദേവൻ, നാരദൻ എന്നീ മിനുക്കുവേഷങ്ങളും ഓരോ വർഷവും സ്വദേശത്തും വിദേശത്തുമായി നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിൽ കൂടുതലായി അനേകം വിദ്യാർത്ഥികളെ കഥകളി പഠിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ദേശീയ കലോത്സവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യർ നിരവധി തവണ വിജയികളാവുകയും കേന്ദ്ര സർക്കാരിൻ്റെ CCRT സ്കോളർഷിപ്പ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ശിഷ്യർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വർഷം തോറും മുഴുനീള കഥകളി അവതരിപ്പിക്കുന്നു. ഖണ്ഡവദാഹം, ഏകലവ്യൻ, കാട്ടാളൻ, സ്വാമി അയ്യപ്പൻ, കോമരൻ തുടങ്ങി നിരവധി ആട്ടക്കഥകളും നൃത്തശില്പങ്ങളും സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ബെൽജിയം, മെക്സിക്കോ, ദുബായ്, ബഹ്റിൻ, ജപ്പാൻ, ഹോങ്കോങ്, കൊറിയ, ഇന്തോനേഷ്യ അങ്ങനെ ധാരാളം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. AD ബോളൻ ഗോൾഡ് മെഡൽ, അച്യുത വാര്യർ അവാർഡ്, സക്സസ് അവാർഡ്, മംഗലശ്ശേരി അവാർഡ്, കുമ്മിണി അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കഥകളി കലാകാരൻ എന്നതിലുപരി കഥകളി അധ്യാപകൻ എന്ന നിലയിലാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ K. രാജേന്ദ്രൻ, തിരുവനന്തപുരം കരമന സ്വദേശി, അധ്യാപകൻ, കവി, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, നാടക രചയിതാവ്, കഥാപ്രസംഗ രചയിതാവ്, റിസോഴ്സ് പേഴ്സൺ, സിലബസ് പരിഷ്കരണ കമ്മിറ്റി അംഗം, കലാസാഹിത്യ പ്രവർത്തകൻ എന്നീ മേഖലകളിലാണ് അദ്ദേഹം മികവ് കാണിച്ചിട്ടുള്ളത്. അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ എന്നീ പദവികളിൽ 35 വർഷത്തെ സർക്കാർ സേവനം. 30ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ബാലവാടി എന്ന പുസ്തകം 8 പ്രാവശ്യവും ആധുനിക മലയാള വ്യാകരണം 7 പ്രാവശ്യവും പ്രസിദ്ധീകരിച്ചു. യവനിക പബ്ലിക്കേഷൻ എന്ന പേരിലുള്ള സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. സർഗവാസനയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ആദരിക്കുക എന്നതിലേക്കായി പ്രതിമാസം പ്രതിഭാ സംഗമം എന്ന പേരിൽ സ്ഥാപനം തുടങ്ങുകയും അതുവഴി പുസ്തക പ്രകാശനം, പഠനങ്ങൾ, പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ എല്ലാ മാസവും നടത്തി വരുന്നു. നിലവിൽ ഇസ്കൈ പബ്ലിക് സ്കൂളിൽ ചീഫ് പ്രിൻസിപ്പൽ ആൻഡ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. കൂടാതെ പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗമായും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായും വായന കൂട്ടായ്മ, മനസ് നാടകവേദി സമിതി തുടങ്ങിയ സംഘടനകളിൽ സ്ഥിരാംഗമായും പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീമതി ബീന സത്യൻ, മാവേലിക്കര സ്വദേശി, നവമാധ്യമങ്ങളിൽ ചെറുകഥ, കവിത, ആസ്വാദനക്കുറിപ്പ് എന്നിവ എഴുതുന്നു. ഒരു സംരംഭക കൂടിയാണ് ബീന. ഗ്രന്ഥശാല പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാറുണ്ട്. കഥാ കവിതാ സമാഹാരങ്ങളും രചനകളും ധാരാളമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 31 ചെറുകഥകൾ അടങ്ങുന്ന ചെറുകഥാ സമാഹാരങ്ങൾ അടുത്തായി പ്രകാശനം ചെയ്യുകയാണ്. കാക്കനാടൻ കലോത്സവ സമ്മാനം, ലോക കേരള കവിതാ സാഹിത്യ കലാസാംസ്കാരിക വേദി അംഗീകാര പത്രിക, ഭാഷാ മലയാളം സാഹിത്യവേദി പുരസ്കാരം, സ്വരസാഹിതി സാഹിത്യവേദി പ്രതിഭാ പുരസ്കാരം, കൊല്ലം ജില്ലാ സ്നേഹവീടിൻ്റെ ആദരവ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദി വേഷം എന്ന ഗദ്യ കവിതയ്ക്ക് ഉള്ളൂർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ കെ ബാലകൃഷ്ണൻ നായർ, കന്യാകുമാരി സ്വദേശി, സാഹിത്യകാരൻ, ഗായകൻ, സാമൂഹ്യ പ്രവർത്തകൻ, കൗൺസിലർ, ആക്ടിവിസ്റ്റ്. വൈഷ്ണുദേവി ചരിതം, കണ്ടൻസ്, ശാസ്ത ക്ഷേത്രപുരാണം എന്നീ 2 പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായി ഇദ്ദേഹം 3 അനാഥാലയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. പൊഴിയൂരിലെ വെള്ളപ്പൊക്കത്തിലും കോവിഡ് കാലത്തിലും ധാരാളം ജനങ്ങൾക്ക് പൊതുജന സേവനം നടത്തിയിട്ടുണ്ട്. ധാരാളം പേർക്ക് കൗൺസിലിംഗ് നടത്തി വരുന്നു. കന്യാകുമാരി ജവാൻസ് എന്ന മേഖലയിൽ ആക്ടിവിസ്റ്റായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. HRF കന്യാകുമാരിയുടെ പ്രസിഡന്റും കന്യാകുമാരി ജില്ലാ നായർ കുടുംബക്ഷേത്ര ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറിയും 19 വർഷമായി പ്രാംചേരി കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ പ്രസിഡന്റ്, ജില്ലാ സൈനിക ബോർഡിലെ എക്സിക്യൂട്ടീവ് എന്നീ സ്ഥാനങ്ങളും വഹിക്കുന്നു. മീഡിയ സിറ്റി വേൾഡ് റെക്കോർഡും രത്ന പുരസ്കാരവും കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രസാദ് യാദവ്, കാസർഗോഡ് പള്ളിക്കര സ്വദേശി, സിനിമ സീരിയൽ സംവിധായകൻ, കലാസംവിധായകൻ, അസോസിയേറ്റ് ഡയറക്ടർ, ജീവകാരുണ്യ പ്രവർത്തകൻ. ആദ്യം സീരിയൽ കലാസംവിധാന സഹായിയായി. ബെഞ്ചാരെ, താഴ്വര പക്ഷികൾ, ദ്രൗപദി എന്നിവയാണ് കലാസംവിധാനം ചെയ്തിട്ടുള്ള സീരിയലുകൾ. ജ്വാലയായി, സ്വന്തം, അസൂയപ്പൂക്കൾ, സൂര്യകാന്തി, ഉപാസന, കൺമണിക്കായി, സൂര്യോദയം, പ്രിയമാനസം, മനസ്വിനി, പകിട പകിട പമ്പരം, അങ്ങനെ ധാരാളം സീരിയലുകളും സിനിമകളിലും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. സ്വന്തമായി സംവിധാനം ചെയ്ത സീരിയൽ കൈരളിയിൽ വന്ന കലികാലം, ദൂരദർശനിൽ വന്ന കണ്ടതും കാണേണ്ടതും എന്നിവയായിരുന്നു. അസിസ്റ്റന്റ് സംവിധായകൻ, അസോസിയേറ്റ് ഡയറക്ടർ, സംവിധായകൻ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. 25ഓളം പരസ്യ ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് സ്വന്തമായി രൂപീകരിച്ച കാസർഗോഡ് സിനിമാസ് എന്ന സംഘടനയുടെ പ്രസിഡന്റാണ്. സിനിമാ മേഖലയിൽ പുതിയ ആളുകൾക്ക് സിനിമയിൽ പ്രവേശിക്കുവാനും അവശ്യ കലാകാരന്മാരെ സഹായിക്കുവാനും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. കൂടാതെ രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം ക്ലബിലെ ജീവകാരുണ്യ പ്രവർത്തകനായി 20 വർഷമായി പ്രവർത്തിക്കുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജൻ പി ശ്രീലയം, ഇടുക്കി ചപ്പാത്ത് സ്വദേശി, കവി, ഗാനരചയിതാവ്, ഗായകൻ, സംവിധായകൻ, ഫോട്ടോഗ്രാഫർ. 35 കവിതകൾ, 7 ഗാനങ്ങൾ, 2 സംഗീത ആൽബം എന്നിവ രചിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സമരത്തിൻ്റെ ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫർ കൂടിയാണ് അദ്ദേഹം. മുല്ലപ്പെരിയാർ സമരത്തിൻ്റെ ചിത്രങ്ങൾ കവർ ചെയ്ത് ഫോട്ടോ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. മ്യൂസിക് അധ്യാപകനാണ്. സോഷ്യൽ മീഡിയയിൽ ധാരാളം കവിതകളും ഗാനങ്ങളും അവതരിപ്പിക്കുന്നു. ഹാർമോണിയം കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. ഫിലമെന്റ് കലാസാംസ്കാരിക വേദിയുടെ 2024 സംസ്ഥാന കവിതാ പുരസ്കാരം, കട്ടപ്പന ദർശന നാടകവേദിയുടെ പുരസ്കാരം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുരസ്കാരം തുടങ്ങി വിഷ്വൽ ചാനലിൻ്റെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഉപാസന കലാസാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ്, ആരബി ഓർക്കസ്ട്ര ഡയറക്ടർ, അനുപമ മ്യൂസിക് ആൻഡ് വിഷ്വൽസ് യൂട്യൂബ് ചാനലിന് സ്ഥാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കുസുമം രാധാകൃഷ്ണൻ, ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി, യോഗയുടെയും കുങ്ഫുവിൻ്റെയും ട്രെയിനറാണ്. ചെങ്ങന്നൂരിൽ വിവിധ സ്ഥലങ്ങളിലുള്ള 200-ലധികം പേർക്ക് യോഗ പഠിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് കുങ്ഫുവിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട്. 2016, 17, 19, 21 എന്നീ വർഷങ്ങളിൽ പത്തനംതിട്ട ഡിസ്ട്രിക്ട് യോഗ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതായി വിജയിക്കുകയും പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ചെങ്ങന്നൂർ SND ടൗൺ ശാഖയുടെ വനിതാ സംഘം പ്രസിഡന്റും ചെങ്ങന്നൂർ SNDP വനിതാ സംഘം വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു. യോഗ അധ്യാപക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീമതി ശ്രീജ, തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിനി, യോഗ ട്രെയിനർ, സാമൂഹ്യ പ്രവർത്തക. 5ാം ക്ലാസ് മുതൽ സൂര്യ നമസ്കാരവും യോഗാസവകളും പരിശീലിച്ചു വരുന്നു. തുടർന്ന് യോഗ ജീവിതചര്യയാക്കിയായിരുന്നു. ചുറ്റിലും വേദന അനുഭവിക്കുന്നവരെ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് കണക്കിക്കൊണ്ടുവരാൻ യോഗ മൂലം സാധിക്കുമെന്ന് മനസ്സിലാക്കി യോഗ പരിശീലനം ഒരു തെറാപ്പിയാക്കി മാറ്റുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും യോഗ പ്രചരണാർത്ഥം വെബിനാറുകളും യോഗ ക്ലാസ്സുകളും നടത്തിവരുന്നു. ചാരിറ്റബിൾ മേഖലയിലും പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഈ പ്രവർത്തനത്തിന് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി ഇന്ത്യൻ യോഗ ഫെഡറേഷൻ്റെ കീഴിൽ നടക്കുന്ന ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്തോടെ 2 തവണ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 28-ന് ജാർഖണ്ഡിൽ നടക്കുന്ന നാഷണൽ യോഗാസന മത്സരത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹരിയാന, പോണ്ടിച്ചേരി, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന നാഷണൽ മത്സരങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കുകയും 2 തവണ മെഡൽ നേടുകയും ചെയ്തു. യോഗ പ്രചരണ പരിപാടികൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഗീത PD സായന്തനം, തിരുവനന്തപുരം സ്വദേശി, ഗായിക. കോളേജിലാണ് ആദ്യമായി ഓർക്കസ്ട്ര ഗാനമേളയിൽ പങ്കെടുത്തത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘം കലാ ഗ്രൂപ്പ് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലെ ഭാഗ്യമാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കരോക്കയിൽ 1ാം സമ്മാനം ലഭിച്ചു. തുടർന്ന് 1500-ൽ പരം വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രതിഫലം വാങ്ങാതെയായിരുന്നു പരിപാടികൾ അവതരിപ്പിച്ചത്. ട്രാക്സ്, സായന്തനം എന്നീ സംഘടനകളിലെ അംഗമാണ്. പത്തനാപുരം ഗാന്ധി ഭവനിൽ അവിടുത്തെ രോഗികൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു വരുന്നു. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് 7 വർഷം ഗാനമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. BJ സംഗീത ഗ്രൂപ്പ്, KSCB എന്നിവയുടെ മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടി. 2024-ൽ വയലാർ സാംസ്കാരിക വേദി നടത്തിയ ഓഡിഷനിൽ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അവിടെയും ധാരാളം ഗാനങ്ങൾ ആലപിച്ചു. നിലവിൽ KSCBയിൽ ജോലി നോക്കി വരുന്നു. ധാരാളം മത്സരങ്ങൾ പങ്കെടുക്കുകയും സമ്മാനങ്ങളും ബഹുമതികളിൽ നേടുകയും ചെയ്യുന്നു. പ്രധാനമായിട്ട് ദേവരാജൻ ശക്തിഗാഥ നടത്തിയ മത്സരത്തിൽ 2 പ്രാവശ്യം സമ്മാനം നേടി. സ്വരാഞ്ജലി, BJ സംഗീത സംഗമം, VG, മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷൻ ന്യൂഡൽഹി, നന്മ സർഗോത്സവം, വനമഹോത്സവം, മീഡിയ സിറ്റി, നാദശ്രീ മ്യൂസിക് ലെജൻഡ്സ് തുടങ്ങിയ അവാർഡുകളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അതി ഭഗവാൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ 1983 മുതൽ 2020 വരെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കിയിരുന്നു. ഗ്രൂപ്പ് ഡയറക്ടറായി റിട്ടയർ ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ക്വാളിറ്റി ആൻഡ് റിയാലിറ്റിയുടെ ഫെലോ, തിരുവനന്തപുരത്തെ NIQRൻ്റെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1992 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചു വരുന്ന തമിഴിലും മലയാളത്തിലുമുള്ള കേരള തമിഴ് എന്ന മാസികയിൽ ചെറുകഥകളും പ്രസിദ്ധീകരിച്ചു വരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച് പ്രസിദ്ധ തമിഴ് ദ്വൈമാസികയായ കുമുദത്തിൽ ഭക്തി സ്പെഷ്യൽ എന്ന തലക്കെട്ടിൽ നിരവധി ആഖ്യാനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. 2023-ൽ തമിഴ് സംഘം നൽകിയ മൗനം സമ്മതം എന്ന കവിതാ പ്രസിദ്ധീകരണത്തിന് നീലപത്മം അവാർഡിന് അർഹനായി. തിരുവനന്തപുരം തമിഴ് സംഘവും MTI റൈറ്റേഴ്സ് ഫോറവും സംയുക്താടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന വേദികളിൽ കവിതകളും ചെറുകഥകളും അവതരിപ്പിക്കുന്നു. സാഹിത്യ മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം. ശ്രീമതി സ്നേഹ PS, ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി, കേരളത്തിലെ ആദ്യ വനിതാ നന്ദികേശ ശില്പി, ചുവർ ചിത്രകാരി, ചെണ്ടമേള കലാകാരി. ഓണാട്ടുകരയുടെ പാരമ്പര്യമായ കെട്ടുത്സവങ്ങളിലെ കെട്ടുകാള ശിരസ് നിർമ്മാണ രംഗത്ത് ആദ്യമായി ഒരു വനിത കടന്നു വന്നു. തടിയും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടുകാളകളുടെ 5 മുതൽ 7 അടി വരെ വലിപ്പമുള്ള നന്ദികേശ ശിരസ് പാല, കുമിൾ തടികളിൽ കൊത്തുപണി ചെയ്താണ് ഒരുക്കിയെടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ രംഗത്തുണ്ട്. ശൂരനാട്ട് ക്ഷേത്രത്തിലെ നന്ദികേശ ക്ഷേത്രത്തിലെയും താമരക്കുളം കണ്ടാളസ്വാമി ക്ഷേത്രത്തിലെയും പണികൾ തീർത്തു നൽകിയിട്ടുണ്ട്. ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രത്തിൽ വാസുകി ശയനം ചുവർ ചിത്രം പൂർത്തിയാക്കി. 3 തലയോടുകൂടിയ നാഗരൂപത്തിലുള്ള വാസുകിയെ ശയനരൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പാർവതി, ഗംഗ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, ഗണപതി, മുരുകൻ, നന്ദി എന്നിവരും ചിത്രത്തിലുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എമിനൻസ് അവാർഡ്, 2024 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 2024 വേൾഡ് കിങ്സ് ടോപ്പ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ശില്പനിർമ്മാണ മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷീല, തിരുവനന്തപുരം സ്വദേശി, കേരളത്തിലെ ആദ്യ വനിതാ നന്ദികേശ ശില്പി, ചുവർ ചിത്രകാരി, ചെണ്ടമേള കലാകാരി. ഓണാട്ടുകരയുടെ പാരമ്പര്യമായ കെട്ടുത്സവങ്ങളിലെ കെട്ടുകാള ശിരസ് നിർമ്മാണ രംഗത്ത് ആദ്യമായി ഒരു വനിത കടന്നു വന്നു. തടിയും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടുകാളകളുടെ 5 മുതൽ 7 അടി വരെ വലിപ്പമുള്ള നന്ദികേശ ശിരസ് പാല, കുമിൾ തടികളിൽ കൊത്തുപണി ചെയ്താണ് ഒരുക്കിയെടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ രംഗത്തുണ്ട്.
ശ്രീമതി സംഗീത CC, ആലപ്പുഴ ചേർത്തല സ്വദേശി, കവയത്രി, ഗാനരചയിതാവ്, നാടകകൃത്ത്, അധ്യാപിക. നിരവധി ആൽബങ്ങൾക്ക് വേണ്ടി വരികൾ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ശാസ്ത്ര നാടകങ്ങൾ രചിക്കുകയും അത് സംവിധാനം ചെയ്ത ശാസ്ത്രമേളകളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. താരാട്ടുപാട്ടുകളും ഭക്തിഗാനങ്ങളും പ്രണയഗാനങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ വർഷത്തെ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ചു. അന്ന് കണ്ട പെണ്ണും ഇന്ന് കണ്ട പെണ്ണും എന്ന സെമസ്റ്റിക് കവിതയ്ക്ക് അധ്യാപക യൂണിയൻ നടത്തിയ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകയാണ്. എല്ലാ വർഷവും 3 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സാമ്പത്തിക സഹായം ലഭ്യമാക്കാറുണ്ട്. നിലവിൽ നേരറിവ് എന്ന സാംസ്കാരിക സംഘടന പ്രവർത്തകയും തേവർത്തോട്ടം GHS ഹൈസ്കൂൾ ജീവശാസ്ത്ര അധ്യാപികയുമാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഗീത വിജയൻ, ഡൽഹി ഹരിയാന ബോർഡർ ഗുരുഗ്രാമിൽ താമസിക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ സാഹിത്യത്തിൽ താല്പര്യമായിരുന്നു. കോളേജിലെ ചെറുകഥാ മത്സരത്തിൽ സമ്മാനം വാങ്ങിക്കൊണ്ടായിരുന്നു തുടക്കം. കുറച്ചു കാലം അധ്യാപികയായും LICയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാഷാപോഷിണി, ദീപിക, മംഗളം, കലാപൂർണ, ജനയുഗം, കൗമുദി പ്ലസ് തുടങ്ങിയ ഒട്ടുമിക്ക മുഖ്യധാരാ മാസികകളിൽ 100 കണക്കിന് കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഓൺലൈനായി എഴുതാറുണ്ട്. ഗ്രന്ഥശാല പുരസ്കാരം, ഗുരുഗ്രാം മലയാളികളുടെ പുരസ്കാരം, വിവിധ സാഹിത്യ ഗ്രൂപ്പുകളുടെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി ദേവനന്ദ KS, തിരുവല്ല സ്വദേശി, കഥകളി, അഷ്ടപതി, വഞ്ചിപ്പാട്ട്, തിരുവാതിര, ഭരതനാട്യം, അതുപോലെ തന്നെ NCCയുടെ ലിറ്റിൽ കിഡ്സ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. കണ്ണശകവികളുടെ നാടായ നിരണം, തൃക്കവാലേശ്വരം ക്ഷേത്രം, ശ്രീ വല്ലഭ മഹാദേവ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം തുടങ്ങിയ പ്രശസ്തിയാർജ്ജിത ക്ഷേത്രങ്ങളിൽ നിരവധി തവണ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേജുകളിൽ നിരവധി തവണ കഥകളിയും ഭരതനാട്യവും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഉത്സവ സമയത്ത് നിരവധി സ്റ്റേജുകളിൽ നൃത്തസന്ധ്യ, വഞ്ചിപ്പാട്ട്, അഷ്ടപതി എന്നിവയും അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമാറ്റിക് ഡാൻസിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. എല്ലാ കലകളിലുമായി 30ഓളം സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിച്ചു. ധാരാളം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. DBHS കാവുമാങ്ങ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. നൃത്ത മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി അഞ്ജന PV, മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടിയാണ്. കേരളത്തിനകത്തും പുറത്തും 100ൽ പരം സ്റ്റേജുകളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ബാലഗോകുലം സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഡിസംബറിൽ എറണാകുളത്ത് നടക്കുന്ന ഭരതനാട്യം ഗിന്നസ് വേൾഡിൽ പങ്കെടുക്കുന്നു. മീഡിയ സിറ്റിയിൽ 7 വർഷമായി നൃത്തരംഗത്ത് 1ാം സ്ഥാനം നേടുകയും ഭരതനാട്യത്തിൽ ഏഷ്യ, ഇന്ത്യ, വേൾഡ് റെക്കോർഡ്സ് കരസ്ഥമാക്കുകയും ചെയ്തു. മോഹിനിയാട്ടം റെക്കോർഡ്സും ലഭിച്ചിട്ടുണ്ട്. മീഡിയ സിറ്റിയുടെ യുവ പ്രതിഭ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ മലപ്പുറം ജില്ലയിലെ മങ്കട ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നൃത്തമേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി കാർത്തിക റെന്നി, ആലപ്പുഴ സ്വദേശി, അഭിനേത്രി, മോഡൽ, ഗായിക. സ്കൂൾ കാലഘട്ടം മുതൽ കലാപരിപാടികളിൽ പങ്കെടുക്കുകയും ധാരാളം അവാർഡുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സംഗീത ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും നായികാ പ്രാധാന്യത്തോടെ അഭിനയിച്ചിട്ടുണ്ട്. ചെമ്മാനം തുടുക്കുന്നു എന്ന അഫ്സൽ ആലപിച്ച ആൽബത്തിലെ നായികയാണ്. ഇപ്പോൾ ഇറങ്ങിയ കടൽ പറഞ്ഞ കഥ എന്ന ഷോർട്ട് ഫിലിമിലും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ ആലപ്പുഴ ഇൻസ്പയർ ബ്രൈറ്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. കലാരംഗത്തെ പ്രവർത്തനം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി ഹരിപ്രിയ U, കരുനാപ്പള്ളി സ്വദേശി, ചിത്രകാരി, നർത്തകി. 200ൽ പരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഓയിൽ പെയിൻറ്റിംഗ്, പെൻസിൽ ചിത്രങ്ങൾ, വാട്ടർ കളർ, ഫാബ്രിക് പെയിൻറ്റ്, ഗ്ലാസ് പെയിൻറ്റ്, മ്യൂറൽ പെയിൻറ്റ് എന്നിവയും വരയ്ക്കുന്നുണ്ട്. നർത്തകി കൂടിയായ കുമാരി ഹരിപ്രിയ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, കഥകളി എന്നിവയിലും പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. കുച്ചിപ്പുടിക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ്, ജില്ലാതലത്തിൽ സെക്കൻഡും നേടിയിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങിൽ സബ് ജില്ലയിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട്. ഡോൾ മേക്കിങ്ങിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സബ് ജില്ലയിൽ അതിന് ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ മികച്ച NCC കേഡറ്റ് കൂടിയാണ്. നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി പഠിച്ചു വരുന്നു. ചിത്രകാരി എന്ന നിലയിൽ കാണിച്ചിട്ടുള്ള മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ KP ബാലകൃഷ്ണൻ,
വടകര ഇരിക്കൽ സ്വദേശി, സാഹിത്യകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, അധ്യാപകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, റിപ്പോർട്ടർ. പത്തനാപുരം കാവശ്ശേരി NM UP സ്കൂളിൽ 19 വർഷം അധ്യാപകനായി ജോലി നോക്കിയിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ, കുടുംബശ്രീ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ, ആകാശവാണി അനൗൺസർ, നാടക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ജനകീയ ആസൂത്രണ റിസോഴ്സ് പേഴ്സൺ, വിവിധ സാംസ്കാരിക സംഘടനാ പ്രവർത്തകൻ, പത്രം ന്യൂസ് റിപ്പോർട്ടർ, ഫിലമെന്റ് കലാസാഹിത്യവേദി പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഇൻലൻഡ് ലെറ്റേഴ്സ് എന്ന കവിതാ സമാഹാരത്തിന് 2022 കേന്ദ്ര ദളിത് സാഹിത്യ അവാർഡ്, മലയാളി സമാജത്തിൻ്റെ ONV അവാർഡ്, തിരൂർ തുഞ്ചൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്നവൻ എന്ന കവിതാ സമാഹാരത്തിന് സംസ്കൃതി ഭവൻ്റെ വയലാർ അവാർഡ്, ഏറ്റവും നല്ല സാക്ഷരതാ പ്രവർത്തനമുള്ള സംസ്ഥാന ടാഗോർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. വിദ്യാരംഗം കുട്ടികൾക്കുള്ള അക്ഷരമുറ്റം, വിദ്യ, പഠിപ്പുര, കളിക്കളം, സ്ത്രീ സൺഡേ സപ്ലിമെൻറ്റ് തുടങ്ങി 8 ബുക്കുകൾ ചെയ്തതിന് പാലക്കാട് റോട്ടറി ക്ലബിൻ്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെയും അധ്യാപക മേഖലയിലെയും സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മിനി മോഹൻ, ഇടുക്കി കാഞ്ചിയാർ സ്വദേശി, കവയത്രി, കഥാകൃത്ത്. 20ലധികം കഥകൾ, കവിത, ലേഖനങ്ങൾ എന്നിവ രചിച്ചിട്ടുണ്ട്. അവിസ്മരണീയ യാത്രകൾ, ഉത്സുകുഷി നിഹോൺ, അതായത് ബ്യൂട്ടിഫുൾ ജപ്പാൻ എന്നാണ് അതിൻ്റെ അർത്ഥം, യൂറോപ്പ് ഒരു മായാമോഹിനി, ഇത്തിരി യാത്രകൾ, ഒത്തിരി വിസ്മയങ്ങൾ എന്നീ യാത്രാ വിവരണങ്ങളും, തൊട്ടാവാടി പൂക്കൾ എന്ന കവിതാ സമാഹാരം, ആകാശം കാണുന്ന വീട് എന്ന കഥാസമാഹാരം എന്നിവയും രചിച്ചിട്ടുണ്ട്. യൂറോപ്പ് ഒരു മായാമോഹിനി എന്ന പുസ്തകത്തിന് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ അവാർഡ് ലഭിച്ചു. മണൽക്കാടിൻ്റെ സ്പന്ദനങ്ങൾ എന്ന 7ാമത്തെ പുസ്തകത്തിന് ഗോൾഡൻ ലോട്ടസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. KSVM ഏർപ്പെടുത്തിയ 2020 ചെറുകഥാ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2024 ഫിലമെന്റ് കലാസാഹിത്യവേദിയുടെ കവിതാ പുരസ്കാരവും ലഭിച്ചു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ പ്രീതി ബേബി, ആലപ്പുഴ കൈനഗരി സ്വദേശി, നർത്തകി, ഗായിക, കായിക താരം, അധ്യാപിക. സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, സംഘനൃത്തം, നാടോടിനൃത്തം എന്നീ ഇനങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട്. 15 വർഷം കുട്ടനാട്ടിലെ വിവിധ സ്കൂളുകളിൽ മത്സരവേദികൾ കീഴടക്കി വിജയം നേടി. ഇന്ത്യൻ നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യയാണ്. ഇതുകൂടാതെ സ്പോർട്സിൽ, ഓട്ടത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. NCCയിൽ ജില്ലാ കേഡറ്റ് ആയിട്ടുണ്ട്. റൈഫിൾ ഷൂട്ടിങ്ങിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. 14 വർഷമായി നൃത്ത അധ്യാപികയായി ജോലി നോക്കുന്നു. 2016 ഡാനിയൽ ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ചു. മീഡിയ സിറ്റി ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ചെത്തിപ്പുഴ, പ്ലാസിഡ്, വിദ്യാവിഹാർ, പുന്നപ്ര ജ്യോതി നികേതൻ സ്കൂൾ എന്നിവിടങ്ങളിൽ നൃത്ത അധ്യാപികയായി പ്രവർത്തിച്ചു വരുന്നു. നൃത്ത അധ്യാപിക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പുഷ്പ അനിൽ, കൊട്ടാരക്കര സ്വദേശി, എഴുത്തുകാരി, സൈക്കോളജി കൗൺസിലർ, ആങ്കർ, ലൈബ്രറിയൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിഭാഗം പ്രവർത്തക. പൊന്മയപാദം ഭക്തിഗാന ആൽബം ചെയ്തിട്ടുണ്ട്. വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മികച്ച പ്രവർത്തക പുരസ്കാരം, ജോർജ് നെടുമ്പന പുരസ്കാരം, കോഴിക്കോട് കവിതാലയം സാഹിത്യവേദിയുടെ പുരസ്കാരം, KVMS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രതിഭാ പുരസ്കാരം, തീമരത്തണൽ സാഹിത്യവേദി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ മെമ്പർ, ഫെഡറേഷൻ ഓഫ് ഗ്ലോബൽ ഫിലിം മൂവ്മെൻറ്റ്സ് കൊല്ലം ജില്ലാ വനിതാ പ്രസിഡന്റ്, യോഗക്ഷേമ ബാങ്ക് ജീവനക്കാരി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ സുരഭി എം എത്തിയിട്ടില്ല, വരാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് ഒരു റിലേറ്റീവാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ സ്വദേശി, നർത്തകി, 3ാമത്തെ വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. വിവിധ ഡാൻസ് ട്രൂപ്പുകളിൽ അധ്യാപികയായും സ്റ്റേജ് പെർഫോമറായും വർക്ക് ചെയ്തു വരുന്നു. ധാരാളം കുട്ടികളെ നൃത്തം പഠിപ്പിച്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് DK ഡാൻസ് കമ്പനിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. നിലവിൽ കണ്ണൂർ പയ്യാമ്പലം ഉർസുലീൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡാൻസ് ടീച്ചറായി ജോലി നോക്കുന്നു. മീഡിയ സിറ്റി ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നൃത്ത അധ്യാപിക എന്ന നിലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലെനിന ആർ, കായംകുളം കൃഷ്ണപുരം സ്വദേശി, നർത്തകി. 8 വയസ്സ് മുതൽ ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവ അഭ്യസിച്ചു.
അതിനുശേഷം മോഹിനിയാട്ടവും പഠിച്ചു. നിലവിൽ കഥകളി അടക്കം വിവിധ കലകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2003 മഹാരാഷ്ട്രയിൽ ആരംഭിച്ച നാട്യബോധിനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത വിദ്യാലയം കായംകുളത്ത് കൃഷ്ണപുരത്ത് പ്രവർത്തിച്ചു വരുന്നു. നിരവധി കുട്ടികൾക്കും മുതിർന്നവർക്കും നൃത്ത പരിശീലനം നൽകുന്നുണ്ട്. പെരിങ്ങാട്ടുകര ദേവസ്ഥാനം നടത്തിവന്ന URF വേൾഡ് റെക്കോർഡ് നേടിയ 100 ദിന നൃത്തോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നൃത്ത മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പുഷ്പ കൊളവയൽ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശി, സാഹിത്യകാരി. രണ്ടാമത്തെ കവിതാ സമാഹാരം പ്രകാശത്തിന് ഒരുങ്ങിയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ തെരുവോരങ്ങളിൽ കഴിയുന്ന അശരണർക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തുന്ന നന്മവരം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗമായും പ്രവർത്തിച്ചു വരുന്നു. കാഞ്ഞങ്ങാട് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ എന്ന നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തനം നടത്തുന്നു. കൊളവയൽ പ്രതിഭ ഡാൻസ് ട്രൂപ്പിൻ്റെ അംഗമാണ്. സമീപ ക്ഷേത്രങ്ങളിൽ കാലങ്ങളായി നൃത്തത്തിനും സംഗീതത്തിനും നേതൃത്വം വഹിച്ചു വരുന്നു. കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ മികവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാസാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശ്രീലത വാര്യർ, കണ്ണൂർ തവക്കര സ്വദേശി, അഭിനേത്രി, നർത്തകി. ഒട്ടനവധി വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിരുവാതിര, കഥകളി, ചരടുകുത്തി കളി, കോൽക്കളി, നാടകം, സിനിമ എന്നീ വിവിധ കലാരംഗങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. തലവൻ എന്ന സിനിമയിൽ നായികയുടെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. അനേകം വിദ്യാർത്ഥിനികളെയും അമ്മമാരെയും തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം വിഷയങ്ങളിൽ ഇപ്പോഴും പഠിതാവുമാണ്. വിവിധ സംഘടനകളിൽ നിന്ന് വനിതാരത്നം പുരസ്കാരം, സ്ത്രീ പ്രതിഭ, കലാപ്രതിഭ, കലാരത്ന തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് പുറമെ മെഗാ തിരുവാതിരയിൽ ഗിന്നസ് റെക്കോർഡ്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ, മൂകാംബിക, ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം തുടങ്ങി 400-ലധികം വേദികളിൽ തിരുവാതിര അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷമായി സ്കൂളുകളിൽ IT ടീച്ചറായി ജോലി ചെയ്യുന്നതോടൊപ്പം കുട്ടികളെ തിരുവാതിര പഠിപ്പിച്ച് കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഇതുവഴി കുട്ടികൾക്ക് കേരള ഫോക്ലോർ അക്കാദമിയുടെ സ്കോളർഷിപ്പ് നേടിക്കൊടുത്തു. 10 വർഷമായി വാര്യർ സമാജം കണ്ണൂർ യൂണിറ്റ് വനിതാവേദി സെക്രട്ടറിയാണ്. ജില്ലാ വനിതാവേദി സെക്രട്ടറി, ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. കണ്ണൂർ നടന കലാക്ഷേത്രം നാടക സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. കലാമേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മഞ്ജുവിൻ്റെ